ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ അനീഷിൻ്റെ കളി കണ്ടിട്ട് സാധാരണക്കാരായ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത്? അതായത് മൊബൈൽ ഫോണ് കൂടുതലായി യൂസ് ചെയ്യാത്ത കുട്ടികൾ, പ്രായമായവർ, അങ്ങനെയുള്ള ചിലർക്ക് എന്താണ് പബ്ലിക് ഒപ്പീനിയൻ? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഓരോ അമ്മമാർ പറയുന്ന വാക്കുകൾ നിങ്ങൾ ജസ്റ്റ് കേൾക്കണം. ഞാനത് എന്തിനാണ് സ്ക്രീനിൽ കൊണ്ടുവരുന്നത്? കുറേ പേര് പറയുന്നത് അനീഷിൻ്റെ PR ആണ് അനീഷിനെ വെളുപ്പിക്കുന്നത് എന്ന്. അപ്പോൾ നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് അനീഷിൻ്റെ ഗെയിമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതല്ലേ നമുക്ക് കേൾക്കേണ്ടത്. അല്ലാതെ യൂട്യൂബർമാർ പറയുമ്പോൾ നിങ്ങൾ പറയും അത് പൈസ മേടിച്ചിട്ട് പറയുന്നതാണ്, അങ്ങനെ പറയും. അതുകൊണ്ടാണ് സാധാരണക്കാരായ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് ആ ഒരു ഭാഗം ഞാൻ കൊണ്ടുവന്നത്. അത് ഞാനിപ്പോൾ സെഡിൽ വെച്ച് തരാം. ഒരു കാര്യം പറയുകയാണ്, പൊന്നുമക്കളെ, കൊടുങ്കാറ്റായ PR ആണ് അനുമോളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതായത് ഇനി ബിഗ് ബോസ് തീരാൻ വെറും 18 ദിവസമാണുള്ളത്. അതുകൊണ്ട് 16 ലക്ഷത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് എടുക്കുക എന്നാണ് അനുമോളുടെ PR-ൻ്റെ ലക്ഷ്യം. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കാണണം, അതിനുശേഷം അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ പറയാം. ഓക്കെ, രാത്രി 7 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോളുടെ പൊസിഷന് യാതൊരു മാറ്റവുമില്ല. നല്ലൊരു മുന്നേറ്റം നടത്താൻ അനുമോളിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കേട്ടല്ലോ നിങ്ങൾ, 1-ാം സ്ഥാനത്ത് അനുമോൾ. ഇത് പച്ചക്കളവാണ്. ഞാനൊരു കാര്യം പറയുകയാണ്, ഇവൻ്റെ പണി എങ്ങനെയെങ്കിലും എല്ലാ പോളിലും അനുമോൾക്ക് 1-ാം സ്ഥാനം കൊടുക്കുക മാത്രമാണ്. ആ 16 ലക്ഷത്തിൽ ചെറിയൊരു എമൗണ്ട് ഈ ചങ്ങായിക്കാണ് കിട്ടിയത്. ഇവൻ വേറൊന്നും വെളുപ്പിക്കണ്ട, ഒന്നും ചെയ്യണ്ട. എല്ലാ ദിവസവും വോട്ടിംഗ് റിസൾട്ട് പറയുമ്പോൾ 1-ാം സ്ഥാനം അനുമോൾക്ക് കൊടുത്താൽ മതി. അത് എന്തിനാണ്? അതിലെന്തെങ്കിലും ഗുണമുണ്ടോ ബ്രോ എന്ന് നിങ്ങൾ ചോദിക്കും. നല്ലോണം ഗുണമുണ്ട്. കാരണം കുറേ കുടുംബ പ്രേക്ഷകർ ഇവൻ്റെ വോട്ടിംഗ് റിയൽ ആണെന്ന് വിചാരിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് 1-ാം സ്ഥാനത്ത് അനുമോളല്ലേ, അപ്പോൾ നമ്മൾ അനീഷിന് വോട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഷാനവാസിന് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അനുമോൾക്ക് തന്നെ വോട്ട് കൊടുക്കാം, അവൾ അങ്ങ് വിജയിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഈ ചെങ്ങായിൻ്റെ വോട്ടിംഗ് റിസൾട്ട് പക്കാ ഫേക്കാണ്. അത് അവൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് അതായത് ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് ഇടാൻ പറ്റുന്നത് രാത്രി 12 മണിക്കും അതിനുശേഷം 2 തവണയാണ്. ഇവൻ്റെ വോട്ടിംഗ് റിസൾട്ട് വരുന്നത് ഒരു ദിവസം 6 തവണയാണ് ഇവൻ വോട്ടിംഗ് റിസൾട്ട് കൊണ്ടുവരുന്നത്. അതൊക്കെ ഇവൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അനുമോളുടെ PR ഇവനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, 1-ാം സ്ഥാനം മാത്രം അനുമോൾക്ക് കൊടുത്താൽ മതി. അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ ആ കാണുന്നത്. ഓക്കെ, പൊന്നുമക്കളെ, നമുക്ക് സാധാരണക്കാരായ പ്രേക്ഷകരോട് ചോദിക്കാം, ആരെയാണ് ഇഷ്ടം? പിഞ്ചോമന കുട്ടികളടങ്ങുന്ന സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. അവരാണ് വോട്ടിടുന്നത്, അവരാണ് വിജയിപ്പിക്കുന്നത്. ഓക്കെ, അവരോട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഹലോ, ഞങ്ങൾ ലക്ഷദ്വീപിൽ നിന്നാണ്. അനീഷയുടെ സൂപ്പർ ഗെയിമിംഗ് ആണ്. എല്ലാവരും അനീഷയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 7 ടോപ്പ് പ്ലെയർ ആയ അനീഷിനെ എല്ലാവരും വോട്ട് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരുടെയും വോട്ട് അനീഷിനായിരിക്കും. ടോപ്പ് പ്ലെയർ ആയ അനീഷിനെ എല്ലാവരും വോട്ട് ചെയ്യുക. വോട്ട് ഫോർ അനീഷ്. വോട്ട് ഫോർ അനീഷേട്ടെ. വോട്ട് ഫോർ അനീഷ്. വോട്ട് ഫോർ അനീഷ്. വോട്ട് ഫോർ അനീഷ്. അനീഷ് നല്ലൊരു ഗെയിമറാണ്. അനീഷ് സാധാരണക്കാരുടെ പ്രതിനിധിയാണ്. അനീഷിനെ വിജയിപ്പിക്കുക. അനീഷിന്റെ വിജയമാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ സാധാരണക്കാരുടെയും സന്തോഷവും ആത്മവിശ്വാസവും. വോട്ട് ഫോർ അനീഷേട്ടൻ. വോട്ട് ഫോർ അനീഷ്. വോട്ട് ഫോർ അനീഷേട്ടൻ. എല്ലാവരും അനീഷേട്ടൻ വോട്ട് ചെയ്യുക. വോട്ട് ഫോർ അനീഷ്. വോട്ട് ഫോർ അനീഷ്. വോട്ട് ഫോർ അനീഷ്. എല്ലാവരും അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്യുക. നമ്മുടെ സപ്പോർട്ടാണ് അനീഷിന്റെ വിജയം. വോട്ട് ഫോർ അനീഷ്. കേട്ടല്ലോ നിങ്ങൾ, ഇത് പറഞ്ഞത് സമ്മർ മീഡിയ അല്ല, ഇത് പറഞ്ഞത് റാജ് ടാൾസ് അല്ല, ഈ പറയുന്ന വോട്ടിംഗ് റിസൾട്ട് കൊണ്ടുവരുന്ന ആ ചങ്ങായി അല്ല. ഇത് പറയുന്നത് സാധാരണക്കാരായ പ്രേക്ഷകരും പിഞ്ചോമന കുട്ടികളുമാണ്. അവർക്കറിയും ആരാണ് മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് എന്ന്. അവർ എല്ലാവരും പറയുന്നത് എന്താണ്? അനീഷിൻ്റെ പേരാണ്. കാരണം എന്താണ്? അവിടെ ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കുന്നത് അനീഷ് മാത്രമാണ്. നിങ്ങൾ ജസ്റ്റ് നോക്കൂ, ആ അനുമോൾക്ക് 1-ാം സ്ഥാനം വോട്ടിംഗ് റിസൾട്ടിൽ കൊടുക്കാൻ മാത്രം എന്തെങ്കിലും ഒരു ഗെയിം അനുമോൾ കളിക്കുന്നുണ്ടോ? 16 ലക്ഷത്തിൻ്റെ പണിയല്ലാതെ വേറെ എന്തെങ്കിലും അനുമോൾ അവിടെ എടുക്കുന്നുണ്ടോ? സത്യസന്ധനായി ഗെയിം കളിക്കുന്നത് അനീഷല്ലേ. ഞാനൊരു കാര്യം പറയുകയാണ്, ഒരു സ്ത്രീകളോടെങ്കിലും അനീഷ് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും അനീഷിൻ്റെ അഭിപ്രായം തെറ്റിയിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, സത്യസന്ധനായി എല്ലാവരും ഒറ്റപ്പെടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന ആളല്ലേ അനീഷ്. അതാണ് സാധാരണക്കാരായ പ്രേക്ഷകർക്ക് അനീഷിനെ ഇഷ്ടപ്പെടാൻ കാരണം. ഞങ്ങൾ മണ്ടന്മാരല്ല. അനീഷിനെ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഗെയിം കണ്ടിട്ടാണ്. അദ്ദേഹം ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഞാനടക്കം അദ്ദേഹത്തിന് സംസാരിക്കില്ല. അദ്ദേഹം മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് കൊണ്ടാണ് ഞാനടക്കം സംസാരിക്കുന്നത്. പൊന്നുമക്കളെ, ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കാണണം. ഇതിൽ പറയുകയാണ് അനീഷിനെയും അനുമോളെയും വെളുപ്പിക്കാൻ വേണ്ടി കുറേ PR പണിയെടുക്കുന്നുണ്ട് എന്ന്. ഒരു കാര്യം ശരിയാണ്, അനുമോളെ വെളുപ്പിക്കാൻ കുറേ PRs, റാജ് ടാൾക്സ്, സമ്മർ മീഡിയ, ദ ഗല്ലി ബ്രോ, വോട്ടിംഗ് കൊണ്ടുവരുന്ന ആ ചങ്ങായി, ഇവരെല്ലാവരും പണിയെടുക്കുന്നുണ്ട്. അത് ശരി തന്നെയാണ്.
പക്ഷേ അനീഷിന് വേണ്ടി ആരും പണിയെടുക്കുന്നില്ല. അനീഷിന്റെ ഗെയിം കണ്ടിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അല്ലാതെ മിണ്ടാണ്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിച്ച് 16 ലക്ഷം കൊടുത്തിട്ടല്ല അനീഷ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കൂട്ടത്തിൽ അനുമോളെ വെച്ചോളൂ, അനീഷിന് ആ കൂട്ടത്തിൽ വെക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ പൊന്നുമക്കളെ, ഇന്നലെ അനീഷ് പറയുന്നു എനിക്ക് ജിസൈലിനോട് ചെറിയ രീതിയിലൊരു ക്രഷ്. നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. പലപ്പോഴും അധികം ഞങ്ങൾ സംസാരിക്കാറൊന്നുമില്ല, പക്ഷെ സംസാരിക്കുമ്പോൾ ജിസേല് ഇങ്ങനെ പറയാറുണ്ട്, കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. അപ്പൊ ഞാൻ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഒരു ആർദ്രത അല്ലെങ്കിൽ ഒരു കുളിര് കോരുന്ന ഒരു അവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കേട്ടല്ലോ നിങ്ങൾ, ആരാണ് ജിസേൽ? നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ബിഗ് ബോസ് വീട്ടിൽ മികച്ചൊരു മത്സരാർത്ഥി. അതായത് ഇപ്പോൾ അനുമോള് പറയുകയാണ് ആര്യനും ജിസയിലും കിസ് അടിക്കുന്നത് ഞാൻ കണ്ടു എന്ന്. അതിനൊക്കെ എത്ര ഈസി ആയിട്ടാണ് ജിസയിൽ തരണം ചെയ്തത്. ആരെങ്കിലും കുറ്റപ്പെടുത്തിയോ? അനുമോളെ കുറ്റപ്പെടുത്തിയോ? ഇല്ല. അങ്ങനെയുള്ള ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു മനുഷ്യ സ്ത്രീയാണ് അനീഷും ഇഷ്ടപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, അതാണ്. അതായത് നല്ലവർക്ക് നല്ലവരെ മാത്രം ഇഷ്ടപ്പെടും. അനീഷിന് പ്രേമമെന്നല്ല അനീഷ് പറഞ്ഞത് അവരൊരു നല്ലൊരു ക്യാരക്ടറാണ്, അവരെനിക്ക് ഇഷ്ടമായി, ആ പാട്ടും കാര്യങ്ങളൊക്കെ അനീഷ് പാടുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് നല്ല മനുഷ്യന്മാർക്ക് നല്ല മനുഷ്യന്മാരെ കാണുമ്പോൾ ഇഷ്ടപ്പെടും. കുറേ ഡീഗ്രേഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. അനുമോളുടെ PR ഇപ്പോൾ പറയുന്നത് ഈ അനീഷ് ജിസൈലിനെ കണ്ടത് മറ്റേ രീതിയിലാണ്, അങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും 2 വോട്ട് കുറക്കുന്നത്, അതായത് 2 വോട്ട് അനീഷിന് കിട്ടുന്ന 2 വോട്ട് എങ്ങനെയെങ്കിലും കുറക്കണം. അതിനാണ് ഇത്രയും പാടുപെടുന്നത്. ഓക്കെ, സീസൺ 7 വിന്നറായി ഞാൻ മാറിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയുള്ള മുൻപോട്ടുള്ള യാത്ര മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഏറ്റവും അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഞാനൊരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രസാധകർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ ആ ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്നതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് സിനിമയിലൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു തിരക്കഥ എഴുതണം എന്നുള്ള ആഗ്രഹം കൂടി. എന്തൊരു ക്ലിയർ ആണല്ലേ ഇദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾ. ഇദ്ദേഹം പറയുന്നത് വിൻ ചെയ്തതിന് ശേഷം എൻ്റെ എഴുതിയ ബുക്ക് ഒന്ന് പബ്ലിഷ് ചെയ്യണം, അതിനുശേഷം സിനിമക്കൊരു തിരക്കഥ എഴുതണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. 100% നടക്കും. ഞാനൊരു കാര്യം പറയുകയാണ്, അനീഷ് തുടർച്ചയായി ജയിലിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു ലാലേട്ടൻ അതായത് അനീഷിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നല്ലൊരു ഗിഫ്റ്റ് ആയിട്ടുണ്ടാവും കൊടുക്കുന്നത്. പക്ഷേ അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്ന് എഴുതിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്കൊരു ഫീല് തോന്നി. കാരണം അദ്ദേഹം ഫണ്ണല്ല, അദ്ദേഹത്തിന് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹം സീരിയസ് ആയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം കൂടുതലായി ഫണ്ണും കാര്യങ്ങളൊക്കെ പോവാത്ത നല്ല രീതിക്ക് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതൊരു ബിഗ് ബോസ് ചിലപ്പോൾ ഒരു ഫണ്ണായി കൊടുത്തതായിട്ടുണ്ടാവും, പക്ഷെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഫീലായി. കാരണം സത്യസന്ധന്മാർക്ക് അങ്ങനെയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന സമ്മർ മീഡിയ, ദ ഗല്ലി ബ്രോയുടെ വോട്ടിങ് കണ്ടിട്ടും അതിനുശേഷം വരുന്ന രാജ് ടാൾസ് ഇവർ പറയുന്ന വാക്ക് കേട്ടിട്ട് നിങ്ങൾ ആരും അനീഷിന് വോട്ടിടാതിരിക്കരുത്. ഓക്കെ, നിങ്ങൾ ഗെയിം കാണണം. നമ്മളെല്ലാവരും ഗെയിമാണ് കാണേണ്ടത്. മികച്ച രീതിയിൽ ഇന്നലെ വരെ, അതായത് ബിഗ് ബോസിന് 1ാം ദിവസം മുതൽ ഇന്നലെ വരെ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന അനീഷാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് വരെ അനീഷിന് വോട്ടിടും. അല്ലാതെ ഈ രാജ് ടാൾസും സമ്മർ മീഡിയം പറയുന്നത് കേട്ടൊന്നും നമ്മൾ നീങ്ങരുത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ പറയുകയാണ്, ഒരു കാര്യം കൂടി പറയുകയാണ്, മികച്ച ഒരു PR വർക്കിംഗ് ആണ് ഇനിയാണ് നടക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. PR പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരും വിശ്വസിക്കണ്ട. അതുകൊണ്ടാണ് ആദ്യം പബ്ലിക് ഒപ്പീനിയൻ ഞാൻ നിങ്ങൾക്ക് വെച്ചത്. അപ്പോൾ ഏതാണ് ഞാൻ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.